തിരുവാറന്മുളയപ്പനുള്ള ഓണവിഭവങ്ങളുമായി തിരുവോണത്തോണി അല്പസമയത്തിനുള്ളിൽ പുറപ്പെടും. കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നാണ് മങ്ങാട്ട് ഭട്ടതിരി തിരുവോണത്തോണിയിലേറി ആറന്മുളയിലേക്ക് പുറപ്പെടുന്നത്. തിരുവോണ ദിവസമായ നാളെ പുലർച്ചെ തിരുവോണത്തോണി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തും. വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഒരുപക്ഷെ കേരളത്തിന്റെ മലയാളത്തിന്റെ ഈ സാംസ്കാരിക പരിസരത്തൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഈ പഴമയും ഒക്കെ ചേർത്ത് നിർത്തി വായിക്കേണ്ട, ഐതിഹ്യങ്ങളും ഒക്കെ ചേർത്ത് നിർത്തി വായിക്കേണ്ട ഒരു മനോഹരമായിട്ടുള്ളൊരു ആചാരമാണ് തിരുവോണത്തോണി. എപ്പോഴാണ് പുറപ്പെടുക? മറ്റ് വിശദാംശങ്ങൾ. പ്രയത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഐതിഹ്യവും ചരിത്രവും സംസ്കാരവും പൈതൃകവും ഒക്കെ ഇടകലർന്നിട്ടുള്ളതാണ് ആറന്മുളയിലെ ഓണ ആഘോഷങ്ങൾ എന്ന് പറയുന്നത്. ആ ഓണ ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് തിരുവോണത്തോണിയുടെ പുറപ്പാട്. അതായത് തിരുവാറന്മുളയപ്പന് തിരുവോണ സദ്യയ്ക്കുള്ള ഓണ വിഭവങ്ങൾ അത് തോണിയിലേറ്റിക്കൊണ്ട് പമ്പാ നദിയിലൂടെയാണ് തിരുവാറന്മുള ക്ഷേത്രത്തിൽ എത്തിക്കുന്നത്. ആ ഒരു ചടങ്ങാണ് അതിന് ആ തോണിയെ പറയുന്ന പേരാണ് തിരുവോണത്തോണി എന്ന് പറയുന്നത്. ആ തിരുവോണത്തോണി പുറപ്പെടുന്നത് ഈ ആറന്മുള ക്ഷേത്രത്തിന് സമീപത്ത് തന്നെയുള്ള കാട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നാണ്. ആ തിരുവോണത്തോണി പുറപ്പെടുവാനായിട്ടുള്ള തയ്യാറെടുപ്പ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം. തിരുവോണത്തോണി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ആ തിരുവോണത്തോണിയിൽ ആൾക്കാർ, അവിടെ എത്തുന്ന ഭക്തജനങ്ങൾ കാഴ്ച വിഭവങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഏകദേശം ഒരു 6:30 മണിയോടുകൂടി തിരുവോണത്തോണി ഇവിടുന്ന് പുറപ്പെടും. തിരുവോണത്തോണിയിൽ ഏറുന്നത് മങ്ങാട്ട് ഭട്ടതിരിയാണ്. അതും ഒരു ഐതിഹ്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമാണ്. അതായത് മങ്ങാട്ടില്ലം, ഈ ആറന്മുള കാട്ടൂരുള്ള ഒരു മങ്ങാട്ടില്ലത്തെ ഭട്ടതിരിയാണ് എല്ലാ വർഷവും ആറന്മുളയപ്പന് ഈ ഓണവിഭവങ്ങളുമായിട്ട് ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുന്നത്. എന്തായാലും ആ മങ്ങാട്ട് ഭട്ടതിരി ഈ വള്ളത്തിലേറി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ വള്ളം ഇവിടെ നിന്നും തിരുവോണത്തോണി ഇവിടെ നിന്നും പുറപ്പെടും. ഒപ്പം ആ തിരുവോണത്തോടിയെ അകമ്പടി സേവിക്കുവാനായിട്ട് ഭഗവാന്റെ മറ്റ് വിവിധ കരകളിലെ പള്ളിയോടങ്ങളുമുണ്ട്. ആ പള്ളിയോടങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പള്ളിയോടങ്ങളുടെ അകമ്പടിയിലാണ് തിരുവോണത്തോണി ആറന്മുള ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഇന്നൊരു രാത്രി മുഴുവൻ പമ്പാ നദിയിലൂടെ ഈ തിരുവോണത്തോണി അങ്ങനെ യാത്ര തുടരും. നാളെ പുലർച്ചെ, തിരുവോണ ദിവസമായിട്ടുള്ള നാളെ പുലർച്ചെയാണ് തിരുവോണത്തോണി ആറന്മുള ക്ഷേത്രക്കടവിൽ എത്തിച്ചേരുന്നത്. തുടർന്ന് മങ്ങാട്ട് ഭട്ടതിരി ഈ വിഭവങ്ങളൊക്കെ ആ ക്ഷേത്രത്തിൽ ഏൽപ്പിക്കും. ആ വിഭവങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ആറന്മുള ക്ഷേത്രത്തിൽ നാളെ ഭഗവാനുള്ള തിരുവോണ സദ്യ തയ്യാറാക്കുന്നത്. ആ സദ്യ ഉണ്ടതിന് ശേഷം ആ ക്ഷേത്രത്തിലെ പൂജാരി തിരികെ നൽകുന്ന കാണിപ്പണം, അതായത് ഈ സദ്യവട്ടങ്ങൾക്ക് ഉപയോഗിച്ച പണത്തിന് അതിന് മിച്ചം വന്നൊരു തുക എന്നുള്ള രീതിയിലൊരു ചടങ്ങാണ്. ഈ കാണിപ്പണം തിരിച്ച് മങ്ങാട്ട് ഭട്ടതിരിയെ ഏൽപ്പിക്കും. മങ്ങാട്ട് ഭട്ടതിരി അത് ക്ഷേത്ര ഭണ്ഡാരത്തിൽ തന്നെ ആ തുക നിക്ഷേപിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ച് മങ്ങാട്ടില്ലത്തേക്കുള്ള യാത്ര തുടങ്ങും. അങ്ങനെയാണ് ആ ഒരു ചടങ്ങോട് കൂടിയിട്ടാണ് ഈ തിരുവോണത്തോണിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ പരിസമാപ്തിയാകുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം പറയുന്നത്, മങ്ങാട്ട് ഭട്ടതിരി കാലങ്ങൾക്ക് മുമ്പ് എല്ലാ വർഷവും തിരുവോണ നാളിലൊരു ബ്രഹ്മചാരിക്ക് ഇത്തരത്തിൽ കാൽ കഴുകി ചൂട്ട് നടത്തി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു വർഷം ഒരു ബ്രഹ്മചാരിയും അദ്ദേഹത്തിൻ്റെ ഊണ് കഴിക്കുവാൻ വേണ്ടി തിരുവോണ നാളിൽ എത്തിയില്ല. അത് അദ്ദേഹത്തിന് വലിയ മനോവിഷമം ഉണ്ടാക്കുകയും തുടർന്ന് അദ്ദേഹം ഊണ് കഴിക്കുന്നില്ല എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. ആ വേളയിൽ ഭഗവാൻ, അതായത് തിരുവാറന്മുളയപ്പൻ ആ ഒരു ബാലക രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സദ്യ സ്വീകരിക്കുകയും ചെയ്തു. തുടർന്നുള്ള വർഷങ്ങളിൽ തനിക്കുള്ള ഓണവിഭവങ്ങൾ അങ്ങ് ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചാൽ മതിയെന്ന് ഭഗവാൻ ഇദ്ദേഹത്തോട് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. അതിനുശേഷം തൊട്ടടുത്ത വർഷം മുതലുള്ള കാലങ്ങളിൽ ഇത്തരത്തിൽ മങ്ങാട്ട് ഭട്ടതിരി തിരുവോണത്തോണിയിലേറി ആ വിഭവങ്ങളുമായിട്ട് ആറന്മുളയിലേക്ക് യാത്ര തിരിക്കുന്നു. ഒരു വർഷം ഇത്തരത്തിൽ ആ തോണിയിലൂടെയുള്ള യാത്രയിൽ കൊള്ളക്കാർ ഇദ്ദേഹത്തെ ആക്രമിക്കുകയും ഇദ്ദേഹത്തിൻ്റെ തിരുവോണത്തോണിയെ ആക്രമിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. അപ്പോൾ വിവിധ കരകളിൽ നിന്നുള്ള ആളുകൾ ചുണ്ടൻ വള്ളങ്ങളിൽ ഏറിക്കൊണ്ട് വന്ന് ആ കൊള്ളക്കാരെ തുരത്തി ഓടിക്കുകയും ഇദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുകയും ചെയ്തു. ആ വള്ളങ്ങളാണ് പിൽക്കാലത്ത് ഇത്തരത്തിൽ ഈ തിരുവോണത്തോണിയെ അകമ്പടി സേവിക്കുന്ന പള്ളിയോടങ്ങളായിട്ട് പരിവർത്തനപ്പെടുകയും ചെയ്തത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഐതിഹ്യം എന്ന് പറയുന്നത്. എന്തായാലും ആ ഐതിഹ്യത്തിൽ കാലാകാലങ്ങളായിട്ട് ആ ഒരു ചടങ്ങ് മുറ തെറ്റാതെ വളരെ ഭംഗിയായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വർഷത്തെ ചടങ്ങുകൾ വളരെ ഭംഗിയായിട്ട് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തിരുവോണത്തോണിയിലേറാൻ വേണ്ടി ആ മങ്ങാട്ട് ഭട്ടതിരി, മങ്ങാട്ടില്ലം നേരത്തെ ആ കാട്ടൂരിലായിരുന്നെങ്കിലും ഇപ്പോൾ ആ മങ്ങാട്ടില്ലം ഉള്ളത് കോട്ടയത്താണ്, കോട്ടയം കുമാരനെല്ലൂരിലാണ്. അദ്ദേഹം അവിടെ നിന്നും കഴിഞ്ഞ ദിവസമാണ് യാത്ര പുറപ്പെട്ട് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി, രാത്രിയോടുകൂടി ആറന്മുളയിൽ എത്തിച്ചേർന്നു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ കാട്ടൂരിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കാട്ടൂരിൽ നിന്നും അദ്ദേഹം തിരുവോണത്തോണിയിലേക്ക് കയറി അവിടെ നിന്നും തിരുവോണത്തോണിയിലേറിയാണ് ഈ വിഭവങ്ങളുമായിട്ട് ആറന്മുളയിലേക്കുള്ള യാത്ര പോകുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യഭംഗി കൂടിയിട്ടാണ് ഈ ചടങ്ങുകൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ആചാരപ്പെരുമയും ഐതിഹ്യത്തിൻ്റെ ദൃഢതയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചടങ്ങുകൾ തന്നെയാണ് ആറന്മുളക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിത്യജീവിതത്തിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള തിരുവോണ
തിരുവോണ ചടങ്ങുകളാണ് ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഒപ്പം ആറന്മുള വള്ളസദ്യ അടക്കമുള്ള ചടങ്ങുകൾ നേരത്തെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ മറ്റൊരു നാടിനും അവകാശപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ 2 മാസക്കാലത്തോളം ഒക്കെ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ ചടങ്ങുകളാണ് ആറന്മുളയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതായത് വള്ളസദ്യയൊക്കെ ആരംഭിച്ചിട്ട് 1 മാസങ്ങളോളം ആകുന്നു. അതായത് 1 മാസം മുൻപ് തന്നെ ഓണാഘോഷങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ ആറന്മുളയിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും ഓണം കഴിഞ്ഞാലും നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അതായത് ഓണം കഴിഞ്ഞിട്ടാണ് ഉത്രട്ടാതി ജലമേള വരുന്നത്. അതിനുശേഷം അഷ്ടമിരോഹിണി വള്ളസദ്യയോടുകൂടി മാത്രമാണ് ഇവിടുത്തെ ചടങ്ങുകൾക്കൊക്കെ ഒരു പരിസമാപ്തിയാകുന്നത്. എന്തായാലും ആ ചടങ്ങുകളൊക്കെ അതിൽ ഭാഗമാകുവാനും ആ ചടങ്ങുകളിൽ ഭഗവാനെ കണ്ടു തൊഴുവാനും ഒക്കെയായിട്ട് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എല്ലാ വർഷവും ആറന്മുളയിലേക്ക് എത്തിച്ചേരാറുണ്ട്. അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്തു നിന്നടക്കം നിരവധി ആളുകൾ ഈ ഒരു ചടങ്ങുകൾ കാണുവാനും അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി അത് അനുഭവിച്ചറിയുവാനുമായിട്ടുമൊക്കെ ഇങ്ങോട്ടേക്ക് വന്നു ചേരുന്നു, എല്ലാ വർഷവും വന്നു ചേരുന്നതാണ്. എന്തായാലും ഈ വർഷവും അതിന് സമാനമായി തന്നെ വലിയ ഭക്തജന തിരക്കാണ് ഈ ചടങ്ങുകളിലൊക്കെ തന്നെ ഉള്ളതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ചേട്ടാ നമസ്തേ. എപ്പോഴാണ് ചേട്ടാ ചടങ്ങ് തുടങ്ങുന്നത്? ഇത് 6:15 മണിക്ക് തൃക്കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ്. 6:15 മണിക്ക്. ഇതുമായി അതിനുശേഷം നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നാളെ എത്തുന്നത്? നാളെ എത്തുന്നവരെ അടുത്ത അയിരൂർമഠത്തിൽ 7:15 ആകുമ്പോഴത്തേക്കും അവിടുന്ന് ഒരു 11 മണിയാകുമ്പോൾ തിരിക്കും. അതിനുശേഷം വെച്ചൂർ മനക്കൽ, മേലിര വെച്ചൂർ മനക്കൽ, അവിടുന്ന് ആറന്മുള പഴപ്പുര കഴിവ് അടുപ്പിക്കും. തോണിയും കുളിപ്പിച്ച് ആൾക്കാരും കുളിച്ച് ഭക്തരെയും കുളിച്ച് തോണിയും കുളിപ്പിച്ച് ഞങ്ങൾ അവിടുന്ന് 5 മണിക്ക് തിരിച്ചിട്ട് 6 മണിയോളം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഞങ്ങൾ തിരുവാറന്മുള തിരുസന്നിധി എത്തും. ഈ കാഴ്ച വിഭവങ്ങൾ എന്തൊക്കെയാണ്? കാഴ്ച വിഭവങ്ങൾ എല്ലാം ഉണ്ട്. നാളികേരം വെറ്റ പോലെ ഉണ്ട്. നാളികേരം, പിന്നെ അതുകൂടാതെ വഴുതനങ്ങ, പിന്നെ എല്ലാ ഐറ്റവും, എല്ലാ വിഭവങ്ങളും, വാഴക്കുല, എല്ലാ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടോന്നോ അതെല്ലാം ഇവിടെ കാഴ്ച കൊടുക്കുന്നു. എന്തും ചേനയാകാം, ചേമ്പാകാം, കാച്ചിലാകാം, തേങ്ങയാകാം, വെണ്ടയ്ക്കാകാം, വഴുതനങ്ങയാകാം, എന്തും ആകാം. അതിനകത്ത് ഒന്നുമില്ല. നമ്മുടെ തോണിക്ക് സദ്യയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളോട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. അതാണ് കാര്യം. ഓക്കെ. എന്തായാലും ആ ചടങ്ങുകളൊക്കെ അങ്ങനെ ഭംഗിയായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോകുൽ, എന്തായാലും അവിടെ വളരെ ഭംഗിയായ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്.